IPL-ൽ വെടിക്കെട്ട് തീർക്കുന്ന രാജസ്ഥാൻ റോയൽസിന്റെ കൗമാര വിസ്മയം വൈഭവ് സൂര്യവംശി ഇന്ത്യൻ സീനിയർ ടീമിലേക്ക് എത്തുകയാണ്. വരുന്ന ജൂണിൽ നടക്കാനിരിക്കുന്ന ഇന്ത്യൻ ടീമിന്റെ അയർലൻഡ് പര്യടനത്തിൽ വൈഭവിനെ ടീമിൽ ഉൾപ്പെടുത്തിയേക്കുമെന്ന് BCCI വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഇന്ത്യൻ എക്സ്പ്രസ് ആണ് റിപ്പോർട്ട് ചെയ്തത്. അയർലൻഡിനെതിരെയുള്ള T20 പരമ്പരയ്ക്കുള്ള താരങ്ങളുടെ ചുരുക്കപ്പട്ടികയിൽ സെലക്ഷൻ കമ്മിറ്റി വൈഭവിനെ ഉൾപ്പെടുത്തിയതായാണ് റിപ്പോർട്ട്. വൈഭവ് അയർലൻഡ് പര്യടനത്തിലുള്ള ടീമിലേക്ക് പരിഗണനയിലുണ്ട്. മറ്റ് പല കളിക്കാർക്കൊപ്പം സെലക്ടർമാർ അദ്ദേഹത്തിന്റെ പേരും ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് BCCIയുടെ അടുത്ത വൃത്തങ്ങൾ അറിയിച്ചത്. അയർലൻഡ് പര്യടനത്തിന് ശേഷം ജൂലൈയിൽ നടക്കുന്ന സിംബാബ്വെ പര്യടനത്തിലേക്കും വൈഭവ് തെരഞ്ഞെടുക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് കൂടെ അദ്ദേഹം പറയുന്നു. ഇന്ത്യൻ സീനിയർ ടീമിനായി അരങ്ങേറ്റം കുറിച്ചാൽ ഇന്ത്യക്ക് വേണ്ടി അന്താരാഷ്ട്ര ക്രിക്കറ്റ് കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡ് വൈഭവിന് സ്വന്തമാകും. നിലവിൽ 16 വയസ്സും 205 ദിവസവും പ്രായമുള്ളപ്പോൾ അരങ്ങേറ്റം കുറിച്ച സച്ചിൻ തെണ്ടുൽക്കറാണ് രാജ്യാന്തര തലത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ പുരുഷ താരം. 15 വയസ്സും 7 മാസവും 27 ദിവസവും പ്രായമുള്ളപ്പോൾ ഇന്ത്യൻ വനിതാ ടീമിനായി അരങ്ങേറ്റം കുറിച്ച ഷഫാലി വർമ്മയുടെ പേരിലാണ് ദേശീയ റെക്കോർഡ്. ഈ രണ്ട് റെക്കോർഡുകളും ഒറ്റയടിക്ക് വൈഭവ് മറികടന്നേക്കും. IPL-ൽ രാജസ്ഥാൻ റോയൽസിന് വേണ്ടി 5 ഇന്നിംഗ്സുകളിൽ നിന്നും 263.16 എന്ന തകർപ്പൻ സ്ട്രൈക്ക് റേറ്റിൽ 200 റൺസാണ് വൈഭവ് ഇതുവരെ നേടിയത്. മുംബൈ ഇന്ത്യൻസിനെതിരെയുള്ള മത്സരത്തിൽ ലോകോത്തര പേസർ ജസ്പ്രീത് ബുംറയുടെ ആദ്യ പന്തിൽ തന്നെ സിക്സർ പറത്തിയാണ് വൈഭവ് ഞെട്ടിച്ചത്. പിന്നീട് ഹേസൽവുഡ്, ഭുവനേശ്വർ കുമാർ എന്നിങ്ങനെ ലോകോത്തര ബൗളർമാരെയും സൂര്യവംശി അടിച്ചു പറത്തിയിരുന്നു. കഴിഞ്ഞ IPL സീസണിൽ അരങ്ങേറ്റം കുറിച്ച വൈഭവ് താൻ നേരിട്ട ആദ്യ പന്തിൽ തന്നെ ഷാർദുൽ താക്കൂറിനെ സിക്സർ അടിച്ചാണ് തന്റെ വരവറിയിച്ചത്. 35 പന്തിൽ സെഞ്ചുറി അടിച്ച് IPL-ലെ ഏറ്റവും വേഗമേറിയ സെഞ്ചുറി നേടുന്ന ഇന്ത്യൻ താരമെന്ന റെക്കോർഡും അതിനോടകം വൈഭവ് സ്വന്തമാക്കി. ബ്രയാൻ ലാറയെയും യുവരാജ് സിംഗിനെയും ആരാധിക്കുന്ന ഈ ഇടംകയ്യൻ ബാറ്ററുടെ പ്രതിഭയെ IPL ചെയർമാൻ അരുൺ ധൂമലും ഏറെ പ്രശംസിച്ചിരുന്നു. 2 T20 മത്സരങ്ങൾ അടങ്ങുന്നതാണ് ഇന്ത്യയുടെ അയർലൻഡ് പര്യടനം. ജൂൺ 26-നും 28-നുമാണ് മത്സരങ്ങൾ നടക്കുക. ഇതിനു മുമ്പ് അഫ്ഗാനിസ്ഥാനെതിരെ ടെസ്റ്റും ഏകദിനവും അടങ്ങുന്ന പരമ്പര ഇന്ത്യ കളിക്കുന്നുണ്ട്. അയർലൻഡ് പര്യടനത്തിന് ശേഷം ജൂലൈ 1 മുതൽ 5 T20 മത്സരങ്ങളും 3 ഏകദിനങ്ങളും കളിക്കാൻ ഇന്ത്യ ഇംഗ്ലണ്ടിലേക്ക് പോകും. ഇംഗ്ലണ്ട് പര്യടനത്തിനായി സീനിയർ താരങ്ങളെ BCCI തിരികെ കൊണ്ടുവരാനാണ് സാധ്യത. എന്നാൽ ജൂണിൽ നടക്കുന്ന അയർലൻഡ് പര്യടനത്തിൽ ഇന്ത്യയുടെ 2ാം നിര ടീമിനെ ആയിരിക്കും അയക്കുക എന്നാണ് സൂചന. അവിടെ വൈഭവ് ഇന്ത്യൻ ജേഴ്സിയിൽ എത്തുമോ എന്ന് കാണാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ. വൈഭവ് എന്ന കൗമാര താരത്തിന് ആരാധകരെ പോലെ വിമർശകരും ഉണ്ടെന്നതാണ് ഞെട്ടിക്കുന്ന ഒരു കാര്യം. വൈഭവ് പ്രായം കുറച്ചു പറയുന്നതാണെന്നും ഫിസിക്കൽ ഫിറ്റ്നസ് ഇല്ലെന്നുമാണ് വിമർശകർ പറയുന്നത്. ഈ പറഞ്ഞ 2 കാര്യങ്ങളും കൃത്യമായി ടെക്നിക്കൽ പെർഫെക്ഷനോടെ പരിശോധിക്കാൻ ഇവിടെ ക്രിക്കറ്റ് ബോർഡുണ്ട്. അതൊക്കെ വിലയിരുത്തിയ ശേഷമാണ് അവർ ഒരു കളിക്കാരനെ ടീമിൽ എടുക്കുന്നത്. ഇന്നലെ IPL-ൽ നേരിട്ട ആദ്യ പന്തിൽ തന്നെ വൈഭവ് പുറത്തായിരുന്നു. അതോടെ വിമർശകരുടെ എണ്ണവും കൂടിയിട്ടുണ്ട്. ഇത് ഒരു 15 വയസ്സ് മാത്രമുള്ള കുട്ടിയാണ്. അയാൾ എല്ലാ കളിയിലും പുറത്താകാതെ സെഞ്ചുറി നേടുമെന്ന് ആരും പറയില്ല. അവസരങ്ങൾ കൊടുക്കുക, അതിലൂടെ വൈഭവ് അയാളുടെ കഴിവുകൾ തെളിയിക്കും. ഒരു മത്സരത്തിൽ 0-ന് ഔട്ടായത് അയാളിലെ താരശോഭയ്ക്ക് ഒട്ടും മങ്ങലേൽപ്പിക്കുന്നുമില്ല. ഇപ്പോഴും ഈ IPL-ൽ 200 റൺസുമായി ഒന്നാമനായി നിൽക്കുന്നത് വൈഭവ് തന്നെയാണ്. വളരെ ഉയർന്ന സ്ട്രൈക്ക് റേറ്റും വൈഭവിനുണ്ട്.